ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കയറി വാഴ 2. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഇന്ന് തിയേറ്ററിലെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള വാഴ 2 എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ദിന ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയനായിട്ട് മാറിയ ഹാഷറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സവിൻ സാർ ഡയറക്ട് ചെയ്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് വാഴ 2 ബയോപിക് ഓഫ് ബിജൻ ബ്രോസ് എന്ന് പറയുന്ന സിനിമ. 2024 പുറത്തിറങ്ങിയ വാഴ എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിട്ട് എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ ചലനമാണ് സൃഷ്ടിക്കുന്നത്. ആദ്യ ഭാഗത്തേക്കാൾ വലിയ വിജയം രണ്ടാം ഭാഗത്തിന് തുടരാൻ സാധിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഹാഷറിനൊപ്പം തന്നെ യുവതാരങ്ങളിൽ സോഷ്യൽ മീഡിയ ശ്രദ്ധേയരായിട്ട് മാറിയ അരൻ ബിൻ സിറാജ്, അജിൻ ജോയ്, വിനായക് വി, വേദശങ്കർ തുടങ്ങിയവരോടൊപ്പം തന്നെ അൽഫോൺസ് പുത്രൻ, അജു വർഗീസ്, വിജയ് ബാബു, വിജയ്ക്കുട്ടൻ, സുധീഷ് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയ ചിത്രം ആദ്യ ദിനം നല്ലൊരു പ്രീസെയിൽ കളക്ഷൻ ഇന്നലെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം പ്രീസെയിലൂടെ മാത്രം 1.5 കോടി പിന്നിട്ട ചിത്രം ഇപ്പോൾ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ 4 കോടിക്ക് അടുത്തുള്ള തുക കണ്ടെത്തുന്നതാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് ഈ ഒരു വിഷു ഈസ്റ്റർ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ കാണാൻ കാത്തിരുന്ന ഒരു ചിത്രങ്ങൾ എന്ന നിലയിലോട്ട് വാഴ 2 മാറുന്നൊരു കാഴ്ചയാണ് നിലവിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെ വലിയ വിജയങ്ങളോട്ടാണ് വാഴ 2 മാറുമ്പോൾ ഒഫീഷ്യൽ കളക്ഷൻ നാളെ രാവിലെയോടുകൂടി അറിയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വാഴ 2 എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഏറ്റവും പുതിയ സിനിമകളുടെ റിവ്യൂസും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.